നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾ പുരുഷന്മാർ ബസ്സിലും അല്ലെങ്കിൽ ട്രെയിനിലും പൊതുസ്ഥലത്തൊക്കെ വെച്ച് മോശമായി പെരുമാറുന്നത് എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ പെരുമാറാത്തവരാണ് അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാവരും നല്ലവരാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇപ്പൊ മോശമായിട്ടൊരു അനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടാകുമ്പോൾ, അതിപ്പോ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പുരുഷനിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടാകുമ്പോൾ അതൊരിക്കലും അവർ പ്രതികരിക്കേണ്ട രീതി റീലെടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇട്ട് വൈറലാക്കുന്ന തരത്തിലല്ലല്ലോ. നമ്മൾ ഒന്നെങ്കിൽ നിയമപരമായി പോകുക, അല്ലെങ്കിൽ ആ സഡൻ സമയത്ത് തന്നെ പ്രതികരിക്കുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു റീലിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾ ഇത്തരം റീച്ചിന് വേണ്ടി ഇത്തരം റീലുകൾ ചെയ്യുകയും അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു, അല്ലെ വ്യാജമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു, ഇതുപോലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഏറ്റവും പ്രത്യേകം പറയേണ്ട കാര്യം, ഓരോ മാർച്ച് 8 വരുംതോറും വനിതാ ദിനം അഥവാ വിമൻസ് ഡേ എന്ന പേരിൽ വളരെയധികം പലവിധ ആഘോഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തുല്യരാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് മേധാവിത്വം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഷീ എന്ന വേർഡ് എടുത്ത് നോക്കിയാൽ പോലും SHE എന്ന് പറയുമ്പോൾ അതിൽ ഹീയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും സ്ത്രീകൾ മുൻപന്തിയിലും പുരുഷന്മാരെ പിന്തള്ളലല്ല. സ്ത്രീ സംരക്ഷണം അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ, ശാക്തീകരണം എന്ന് പറയുമ്പോൾ സ്ത്രീക്കും പുരുഷനും അതാത് ഓരോ അവസരങ്ങളിൽ പലർക്കും പല സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലത്തെ കേസിൽ എടുത്ത് നോക്കിയാൽ നമ്മൾ പറയാം, സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു വിമൺ കമ്മീഷൻ, അങ്ങനെ പല രീതിയിലുണ്ട്. വളരെ നാളുകളായി ആവശ്യപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ് ഒരു ഇതുപോലെ തന്നെ മെൻസ് കമ്മീഷൻ വേണമെന്ന്. ഇന്നലത്തെ സംഭവം എടുത്തു നോക്കിയാൽ ഒരു സ്ത്രീക്ക് ഒരു സാഹചര്യത്തിൽ തിരക്കുള്ള ബസ്സിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതുപോലെ പല സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ നടക്കുന്ന ആളുകൾ സ്വയം പ്രതികരിക്കാൻ ഇനി എന്നാണ്? നമ്മൾ 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത്? ഒരു തിരക്കുള്ള ബസ്സിൽ നമുക്കെതിരെ ഒരു പുരുഷൻ അന്യായമായി ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഇടത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ് പറയുവാൻ കഴിവുണ്ടായിരിക്കണം ഒരു സ്ത്രീക്ക്. അല്ലെങ്കിൽ അത് പറയാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ തൻ്റെ ഇടം ഇല്ലാത്ത ഒരു യുവതിയാണെങ്കിൽ പല രീതിയിലും നമുക്കറിയാം. ഇപ്പോൾ മുട്ടസൂചി കൊണ്ട് നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കുന്ന കാലഘട്ടം, ഇതൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉടനടി പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനൊന്നും കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അടുത്ത് നിൽക്കുന്നവരുടെ ഒരു സഹായം ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സ്ത്രീ വീണ്ടും വീണ്ടും വീഡിയോ പിടിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണുവാൻ സാധിച്ചത്. അത് എത്രത്തോളം സത്യമാണോ അസത്യമാണോ നമുക്കറിയില്ല. പക്ഷേ അതിൽ ആ കുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരു സാഹചര്യം ഉണ്ടായി, അതിനുശേഷം വീണ്ടും മുൻപോട്ട് ആ സ്ത്രീ വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുകയോ ചെയ്യാതെ വീഡിയോ മുന്നോട്ട് വീണ്ടും എടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബം, അത് സത്യമല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ജീവനൊടുക്കിയ സംഭവത്തിൽ അവരുടെ ഫാമിലി, അതുപോലെ ഭാര്യയും കുട്ടികളും ഉണ്ട്, വയസ്സായ പാരൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയുവാൻ സാധിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ റീച്ച് ആവലാണോ ഒരു കുടുംബം ഇല്ലായ്മ ചെയ്യുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ കൂടുതൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിജീവിത അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ കമ്മീഷൻ നോക്കുന്ന കാര്യം, കേരളത്തിൽ പ്രധാനമായും സ്ത്രീകൾക്ക് ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് കൂടുതലും ഒരു 80% സ്ത്രീകൾക്കാണ് സാധാരണയായി ഇത് അനുഭവിക്കേണ്ടി വരാറ്. പക്ഷെ ബാക്കി വരുന്ന 20% പുരുഷന്മാർക്കും ഇത്തരം പല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ആരും ഈ 20% കുറച്ച് കണ്ടുകൊണ്ട് അവർക്ക് അനുകൂലമായി പറയുവാൻ ഇവിടെ ആരുമില്ല എന്ന ഒരു വസ്തുതയാണ് നമുക്ക് ഓരോ അവസരത്തിലും കാണുന്നതും ഇന്നലെ പോലും കാണുവാൻ സാധിച്ചതും. ഞാനൊരു അഭിഭാഷക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തക എന്ന രീതിയിൽ പറഞ്ഞാൽ ഇന്നലെ ആ വീഡിയോ ചിത്രീകരിച്ചതും റീച്ചിന് വേണ്ടിയാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും തുടർച്ചയായി ആ വീഡിയോ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അദ്ദേഹം ഒരു ബസ്സാവുമ്പോൾ അങ്ങോട്ട് തിരിയുകയും ചരിയുകയും ചെയ്യും. തിരക്കുള്ള ബസ്സാവുമ്പോൾ വളവ് തിരിയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനങ്ങൾ ഉണ്ടാവും. ആ ഒരു ഇത് കണ്ടുകൊണ്ട് തന്നെ ആ സ്ത്രീ
എന്തോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ അവർ വീഡിയോ ചിത്രീകരണം തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം പോസ്റ്റ് ചെയ്തു. ഒരു അദ്ദേഹം ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വില, മാന്യത, ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ് ചെയ്യാനുള്ള ഒരു അപകർഷതാബോധം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ആ മനക്കട്ടി ഇല്ലായ്മയാണ് ആ ജീവിതം ഒടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. വളരെ പരിതാപകരമാണ്. എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇനി മേലിലെങ്കിലും വൈകാതെ പുരുഷന്മാർക്ക് വേണ്ടി പോലും പ്രൊട്ടക്ഷന് പറ്റിയ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ പല വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് സൃഷ്ടിക്കപ്പെടുന്ന ഇരകളും അതിജീവിതമാരും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഒരു ഇര ഉണ്ടായാൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ബലാത്സംഗം ചെയ്യപ്പെടുക അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇരയായ ഒരാൾ സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പരാതിയുമായി വരുമ്പോൾ അവരെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും ഇത്തരം ഈ പറയുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഇരകളിലൂടെ. അതപ്പോൾ പിന്നീട് നിയമത്തെ ബാധിക്കില്ലേ? സ്വാഭാവികമായി നമുക്കറിയാം ഇപ്പൊ സ്ഥിരം ഇങ്ങനെ കേസുകൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പോലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതികൾ വരാറുണ്ട്. അതിൽ പലതും വ്യാജമാണ്, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലൊക്കെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ കുട്ടി അത് പറയാൻ മടിക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള വ്യാജ പരാതികൾ വന്നിരിക്കുമ്പോൾ ശരിക്കും അർഹതപ്പെട്ട ആളുകളിലേക്ക് അവർക്ക് വേണ്ടുന്ന നീതി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണമായി എടുത്തു പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നു. സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ആക്ടാണ്. അതിൽ ഒരു പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള ആരും ആ സ്ത്രീക്കെതിരെ ഒരു ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പീഡിപ്പിച്ചാൽ ആ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നായിരുന്നു നിയമത്തിൽ പറഞ്ഞത്. പക്ഷേ ഇന്ന് കേരളത്തിൽ എടുത്തു നോക്കിയാൽ ആ കേസുകൾ കൂമ്പാരമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു പേര് പറഞ്ഞ് പല രീതിയിലും ചിലപ്പോൾ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ പല രീതിയിൽപ്പെട്ട കേസുകൾ ഈ നിയമത്തിൻ്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പ്രൊട്ടക്ഷൻ കിട്ടും എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചില അർഹതപ്പെട്ടവർക്ക് ജെനുവിനായ കേസുകൾ പിന്തള്ളി പോവുകയാണ്. അപ്പോൾ പിന്നെ ഇതിൽ ആവശ്യമായ നീതി കിട്ടില്ല എന്ന് വെച്ച് ചില ആളുകൾ സൈലന്റ് ആയി പോകും, അല്ലെങ്കിൽ പല രീതിയിലും അവർ പരിഹാസിതരാകും, എനിക്ക് യാതൊരു നേട്ടം ഉണ്ടാകില്ല അപ്പോൾ പിന്നെ പറയണ്ട എന്നുള്ള രീതിയിൽ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പല രീതിയിലുള്ള കൗൺസിലിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ കുട്ടികൾ തുറന്നു പറയാൻ മടിക്കുന്നു. ചില കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ടീച്ചേഴ്സും അധ്യാപകരൊക്കെ പുറത്ത് വിടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് എന്ന പോലെ പുരുഷന്മാർക്കും ശരിയായ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിൽ പ്രായം ഇല്ല. ഈ കഴിഞ്ഞ കേസിൽ നമുക്ക് കാണുവാൻ പറ്റും, ചെറിയ ആൺകുട്ടികൾക്ക് മാത്രം പ്രശ്നം വരുമ്പോൾ അത് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ പുരുഷന്മാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, ഈ സമൂഹത്തിൽ ദുർബലരായവർക്കാണ് ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം പിന്താങ്ങി കൊടുക്കുന്നത് നമ്മൾ പറയാറുണ്ട്. ഈ വയസ്സായ ആളുകൾ വാർദ്ധക്യം ബാധിക്കുമ്പോൾ അവർ കുറച്ച് വീക്കാകും. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് വനിതകൾ അത്ര ഈ പറയുന്ന പോലെ എത്രയൊക്കെ പറഞ്ഞാലും പുരുഷ മേധാവിത്വ സമൂഹമാണ് നമ്മുടേത്. അപ്പൊ ആ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു വാദമുണ്ട്, പുരുഷ കമ്മീഷൻ വേണം. അപ്പൊ പുരുഷ കമ്മീഷൻ വന്നാൽ ഇത് ബാലൻസ് ആവുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ബാലൻസ് ആവുമെന്ന് കരുതാൻ പറ്റുമോ? ബാലൻസ് ആവുമെന്ന് ഒരിക്കൽ പോലും കരുതാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യം സഹായം വേണ്ടുന്നവർക്ക് ഉപകരിക്കുന്ന രീതിയിലെങ്കിലും, എത്രത്തോളം പറഞ്ഞാലും ഈ വിമൻസ് കമ്മീഷനിൽ വരുന്ന കേസുകളാണെങ്കിലും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് പല കേസുകളും മുന്നോട്ട് പോകുന്നത്. അതേസമയം അർഹതപ്പെട്ടവരുടെ കേസുകൾ ഇപ്പോഴും കൂടിക്കിടക്കുന്നുണ്ട്. അവർക്ക് ഓരോ അധികാരത്തിലിരിക്കുന്നവർക്ക് അവരുടെ പരിചിതക്കാരോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വരുന്ന കേസുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തീർപ്പാക്കുന്നു. സാധാരണക്കായി വളരെ പാവപ്പെട്ട ആളുകളുടെ കേസുകളൊക്കെ ഒട്ടേറെ പെൻഡിങ് ആയി കിടക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് വന്നാലും ഇപ്പോൾ ബാലൻസിങ് നടക്കുന്ന എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അർഹരായവർക്ക് കുറച്ചെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയാൽ നന്നായിരിക്കും. അത് ഇതിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് പുതിയ ഒരു മെൻസ് കമ്മീഷൻ വരിക എന്നുള്ളത്. അല്ല, അപ്പൊ മറ്റൊരു വശമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ വനിതാ കമ്മീഷനെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു വാദമുണ്ട്.
അതിന് ബദലായിട്ടാണല്ലോ പുരുഷ കമ്മീഷൻ വേണം. അപ്പൊ അങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ പുരുഷന്മാരും ഇതുപോലെ തന്നെ അതിനെയും എന്താണ് ഈ പറയുന്ന രീതിയിൽ ശരിയായ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കില്ലേ? അങ്ങനെ ചോദിച്ചാല് ഏതൊരു നിയമം നമ്മൾ എടുത്തു നോക്കിയാലും പലതിനും പലതരം ലൂപ്പ് ഹോൾസും ഉണ്ട്. അതുപോലെ ആ ഒരു ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് നിയമം ഒരു ഉണ്ടാക്കുന്നത് നീതി നടത്തുവാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു പക്ഷം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനോ മറ്റുള്ളവരെ തഴയാനോ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുപോലെ നീതിന്യായം കിട്ടണം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മെൻസ് കമ്മീഷൻ അവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കുറേ കേസുകളൊക്കെ പരമാവധി കുറക്കാൻ പറ്റും. സ്ത്രീകൾ ഈവൻ ഞാനും ഒരു സ്ത്രീയാണ് എങ്കിൽ പോലും ഒട്ടേറെ സ്ത്രീകൾ പല രീതിയിൽ വ്യാജമായ കേസ് കൊടുത്തുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ പല ഇഷ്ടങ്ങൾ നേടുവാനായി സ്വന്തം ഭർത്താവിനെതിരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കെതിരെയോ പല രീതിയിലും വ്യാജമായ കേസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ പുരുഷന്മാർ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം അതിനെ ഈ വിമൻസ് കമ്മീഷനിൽ ചെയ്യുന്ന പോലെ പുരുഷന്മാർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർക്ക് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് കാണും എന്ന്. സ്ത്രീകൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും അത്രത്തോളം ദുർവിനിയോഗം ചെയ്യില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ മാറി സ്ത്രീകളും പുരുഷനും തുല്യരാണെന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹം ഇന്നും ഒരു പുരുഷ മേധാവിത്വ സമൂഹമല്ലേ? പുരുഷ മേധാവിത്വ സമൂഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പുരുഷന്മാർ എന്ന് വെച്ചാൽ പുരുഷന്മാർ തന്നെയാണ്. അതിലൊരു സ്ഥാനം അവർ വലുത് നമ്മൾ ചെറുത് എന്നല്ല. പക്ഷേ പല കാര്യങ്ങളിലും അത് ഇപ്പോഴത്തെ തലമുറയിൽ ചിലർക്ക് അത് തോന്നില്ലായിരിക്കും. ശരിക്കും ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞ് ഈക്വാലിറ്റി നമുക്ക് വേണം. പക്ഷേ നമുക്ക് മാത്രമായിട്ടൊരു കാര്യം ചെയ്യാൻ പുരുഷന്മാരുടെ സഹായം കൂടി അപ്പോൾ ചോദിക്കും നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കില്ലേ എന്ന്. പക്ഷേ പുരുഷന്മാരും സ്ത്രീയും കൂടി ചേർന്നാൽ നമുക്ക് ഒറ്റക്കെട്ടായി പോകാം. അല്ലാതെ ഞാനാണ് വലുത് അവിടെ പുരുഷന്മാർ താഴെയാണെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പോലും അത് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പോലും അവിടെ പലവിധ വ്യത്യാസങ്ങളായി വരുന്നു. ശരിക്കും ഒരു അച്ഛന് അല്ലെങ്കിൽ പിതാവിന് ഭർത്താവിന് കൊടുക്കേണ്ട ഒരു വിലയും നിലയും നാം അവിടെ കൊടുക്കണം. അവിടെ ഒരു അമ്മയാണ്, അമ്മയ്ക്ക് എന്നും അമ്മയുടെ സ്ഥാനമുണ്ട്. അതൊരു അച്ഛനും നൽകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ സ്ഥാനം ഒരിക്കലും ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മേധാവിത്വം അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനം എന്ന് കണക്കാക്കേണ്ടത് ഒരു കാര്യമില്ല. അവർക്ക് ഒരു അർഹമായ സ്ഥാനം അതാണ്. അല്ലാതെ പുരുഷൻ വേറെ സ്ത്രീ വേറെ അങ്ങനെ ഒരു അന്തർധാരയൊന്നുമില്ല. അതൊരു മേധാവിത്വം അല്ല ഒരിക്കലും. അപ്പൊ ഈക്വൽ ആണ് പുരുഷനും സ്ത്രീയും സമൂഹത്തിൽ ഈക്വൽ ആണ്. എനിക്ക് തോന്നുന്നു ഈ മാർച്ച് 8 വനിതാ ദിനമായി ആഘോഷിക്കുമ്പോൾ തന്നെ വനിതകൾക്ക് വേണ്ടി ഒരു നല്ല ദിനം, അല്ലാതെ വിമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ത്രീകളെ എംപവർമെന്റ് ആക്കാൻ, സ്ത്രീകളെ ശാക്തീകരിക്കാൻ ഓൾറെഡി സ്ത്രീ ശക്തിയാണ്. നമ്മൾ വീണ്ടുമാണ് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ അബലയാണെന്ന് പറയുന്നത്. സ്ത്രീ ഒരിക്കലും അബലയല്ല. എല്ലാവരും നമ്മൾ ഈക്വലാണ്. നമ്മൾ സ്വയം വിലയിരുത്തിയാണ് നമ്മൾ താഴെയാണെന്ന്. ശരിക്കും ഈക്വൽ തന്നെയാണ് സ്ത്രീയും പുരുഷനും. അല്ല, നമ്മളിപ്പോ ഒരു സാധാരണഗതിയിൽ ഒരു കുടുംബം എടുക്കുമ്പോൾ, ഒരു വീട് എടുക്കുമ്പോൾ, ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ മെജോറിറ്റിയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ വീട്ടിലെ പുരുഷനായിരിക്കും. അപ്പോൾ അത് അവിടെ ഒരു പുരുഷ മേധാവിത്വമല്ലേ? ആ സ്ത്രീയുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളുടെ അഭിപ്രായങ്ങളെ മാനിക്കുമെങ്കിൽ പോലും പല സ്ഥലത്തും ഫൈനൽ ഡിസിഷൻ എടുക്കുക ആ വീട്ടിലെ പുരുഷനായിരിക്കും. അത് ചില കുടുംബങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. എല്ലായിടത്തും ഇല്ല. ഒട്ടുമിക്ക വീടുകളിലും അവർ ഒരുമിച്ചിരുന്ന് ഓരോ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. അല്ലാതെ ഞാൻ തീരുമാനിച്ചോളാം, നീയല്ല, ഞാനാണ് തീരുമാനിക്കേണ്ട എന്ന് പറയുന്ന ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന കേസുകളുള്ളൂ. അല്ലാത്തടത്തൊക്കെ ഒട്ടേറെ ഒരുമിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളിൽ സമ്മതിക്കാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് പലവിധ പ്രശ്നങ്ങളും വന്ന് സമൂഹത്തിൽ അത് പിന്നീട് വലിയ വിഷയമായിട്ട് വരുന്നത്. പക്ഷെ ഐക്യത്തോട് പോകുന്ന ഒരു കുടുംബത്തിൽ ഈവൻ ചിലപ്പോൾ പുരുഷന്മാരാണ് തീരുമാനം എടുക്കുന്നത് എങ്കിൽ പോലും സ്ത്രീകൾ അതിനോട് യോജിക്കാറുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ല, യോജിക്കാറുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ പലരോടും സംസാരിക്കുമ്പം എന്താണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, എല്ലാവരുമല്ല ചില ആളുകളെങ്കിലും സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ അതൊക്കെ ചെയ്യണം.
ഞാൻ പുരുഷനാണ്, ഞാൻ അത് ചെയ്യില്ല എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എന്താ, ഇപ്പം നമ്മൾ ഈ പറയുന്ന കുക്കിംഗ് പോലും ഇന്നത്തെ തലമുറയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ പോലും പലരും സംസാരിക്കുമ്പോൾ പറയും കുക്കിംഗ് എന്ന് പറയുന്നത് സ്ത്രീയുടെ ജോലിയാണ്, അല്ലെങ്കിൽ ആ പറയുന്നത് പർട്ടിക്കുലറായി സ്ത്രീക്ക് കൊടുത്ത സെക്ഷനാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സമൂഹം വളർന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയുമ്പോഴും പുരുഷന്റെ, എല്ലാ പുരുഷന്മാരുടെ അല്ല, ചില പുരുഷന്മാരുടെ എങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു സാധനമില്ലേ, ഞങ്ങൾ എന്തോ ഒരു മേധാവി അല്ലെങ്കിൽ ഞങ്ങൾക്ക് താഴെയാണ് സ്ത്രീകൾ എന്നൊരു ചിന്താഗതിയില്ലേ. ഈ പറയുന്ന പോലെ സ്ത്രീകൾ പറയുകയാണ് ഞങ്ങൾ ഈക്വൽ ആണ്, ഞാനും ആ പുരുഷനും, അല്ലെങ്കിൽ ഞാനും എന്റെ പാർട്ട്ണറും, അല്ലെങ്കിൽ ഞാനും എന്റെ ബ്രദർ, ആരും ആയിക്കോട്ടെ ഈക്വൽ ആണെന്ന് പറയുമ്പോഴും ആ പുരുഷനും അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? എന്നാൽ മാത്രമല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. എനിക്ക് തോന്നുന്നു, അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നു, ശരിക്കും അവര് താഴ്ത്തി കെട്ടുന്നതല്ല, പഴയ കാലം മുതലുള്ള ഒരു ശീലം പിന്തുടർന്ന് പോരുന്നതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ അത് കാണേണ്ടത്. പഴയ കാലഘട്ടത്തിലൊക്കെ ഭർത്താക്കന്മാർ പുറത്തുപോയി ജോലി എടുക്കും, അവര് സേവിങ്സ് ചെയ്ത് ഏണിങ്സ് ആയിട്ട് വരും, പിന്നെ ഭാര്യമാർ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അത് ചില കുടുംബങ്ങളെങ്കിലും അത് പിന്തുടർന്ന് പോരുന്നു. പക്ഷെ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ കാലഘട്ടം ഒത്തിരി മാറിക്കഴിഞ്ഞു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ജോലികളും പരസ്പരം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം ലെവലിലുള്ള ആ ഒരു അതും മാറി മാറി വരുന്നുണ്ട്. നമുക്ക് അത് ചെറുതാക്കി കാണുന്നതല്ല, ഈ പഴയ രീതി പിന്തുടർന്ന് പോരുന്നതിൻ്റെ ഒരു ദോഷമായിരിക്കും ചിലപ്പോൾ.